അറബികൾ എന്തിനാ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്? കച്ചവടത്തിന്. അറബികൾ എങ്ങനെയാ വരുന്നത്? കപ്പലിൽ. ഇന്നത്തെ കപ്പലല്ല, പായ്ക്കപ്പലിൽ. പായ്ക്കപ്പലിന്റെ പ്രത്യേകത എന്താണ്? കാറ്റിനനുസരിച്ചാണ് കപ്പല് സഞ്ചരിക്കാൻ കഴിയുക. അറബികൾ കേരളത്തിലേക്ക് വന്നിരുന്നത് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തിലാണ്. എന്തേ അങ്ങനെ? സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തിൽ അറബിക്കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റ് നിന്ന് കിഴക്കോട്ടാണ്. അവർ തിരിച്ചു പോകുന്നത് മെയ് മാസത്തിലാണ്. എന്തേ അങ്ങനെ? മെയ് മാസത്തിൽ അറബിക്കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റ് നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ്റേക്കാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ മതി, അവരുടെ നാട്ടിലെത്തും. അറബികൾ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വരുമ്പോൾ അവരെന്താ കൊണ്ടുവന്നത്? കാരക്ക. സ്വർണം കയറ്റിയ കാരക്ക അല്ല കേട്ടോ, ഒറിജിനൽ കാരക്ക. പിന്നെന്താ കൊണ്ടുവന്നത്? സുഗന്ധദ്രവ്യങ്ങൾ. അതിവിടെ കച്ചവടം ചെയ്തു. അവരിവിടെ നിന്ന് എന്താ കൊണ്ടുപോയിട്ടുള്ളത്? മഞ്ഞള്, ഇഞ്ചി, കുരുമുളക്, വീട്ടി, തേക്ക്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോൾ മെയ് മാസത്തിൽ അറബികൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ കാരണം? കാലാവസ്ഥാ വ്യതിയാനം. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ചുട്ടുപഴുത്ത വേനലിൽ ഇവിടെ ഇപ്പം മഴ പെയ്യാറുണ്ട്. നല്ല ഡിസംബർ മാസത്തിൽ മഞ്ഞ് പെയ്യുന്നതിന് പകരം മഴ പെയ്യാറുണ്ട്, തിരിച്ചങ്ങോട്ടുണ്ടാവാറുണ്ട്. അന്നുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം. ചിലപ്പോൾ മെയ് മാസത്തിൽ അറബികൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാറ്റ് കിട്ടില്ല പടിഞ്ഞാറ്റേക്ക്. കടലിൽ കാറ്റും കോളും ഉണ്ടാവും. അപ്പം അവരെന്ത് ചെയ്യും? ഇവിടെ തന്നെ താമസിക്കും. ഈ അറബികൾക്ക് അവരുടെ നാട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. അവരിൽ നിന്ന് അകന്ന് ചിലപ്പോൾ 1 കൊല്ലവും 1.5 കൊല്ലവും 2 കൊല്ലവും ഒക്കെ ഇവിടെ താമസിക്കേണ്ടി വരുമ്പോൾ അവർക്ക് മാനസികവും ശാരീരികവുമായ ചില പ്രയാസങ്ങളുണ്ടാവും. അതറിയുന്നവനായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട് കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹിമാൻ കല്ലായി എന്ന തമ്മാടി ജീവിച്ചിരിക്കാത്തത് കൊണ്ട് അതിനെ ലവ് ജിഹാദ്, അതിനെ വ്യഭിചാരം എന്ന പേര് വിളിച്ചില്ല. അന്ന് RSSകാർ നാട്ടിലില്ലാത്തത് കൊണ്ട് അതിനെ ലവ് ജിഹാദ് എന്ന പേരും വിളിച്ചില്ല. ആ അറബികൾക്ക് മക്കളുണ്ടായി. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നമ്മളെ മാതിരി തന്നെ 2 കണ്ണ്, 2 ചെവി, 2 കൈ, 2 കാല്, 1 മൂക്ക്, 1 വായ. അതങ്ങനെയല്ലേ ഉണ്ടാവൂ. അരിക്കൊമ്പനും പിടിയാനയും തമ്മിൽ ഇണചേർന്നാൽ ആനക്കുട്ടി ഉണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണചേർന്നാൽ പശുക്കുട്ടി ഉണ്ടാവും. മനുഷ്യൻ തമ്മിൽ ഇണചേർന്നാൽ മനുഷ്യക്കുട്ടികൾ ഉണ്ടാവും. അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കോഴിക്കോട്.